ഒരു കഥ சொல்லட்டுமா சார்? ചതിയുടെയും കൊലയുടെയും രക്തക്കറ പുരണ്ട അധിനിവേശങ്ങളുടെയും കുടിയേറ്റങ്ങളുടെയും ചരിത്രം പേറുന്ന വയനാടൻ ചുരത്തിന്റെ കഥ. 12 കിലോമീറ്റർ ദൂരം, 9 ഹെയർപിൻ വളവുകൾ, കാടിനെയും കാട്ടരുവിയെയും മുറിച്ചു കടന്ന് 3 മലകളെ ബന്ധിപ്പിച്ച് സാമൂതിരിയുടെ നാടിനെയും പഴശ്ശിയുടെ നാടിനെയും ഒന്നിപ്പിക്കുന്ന വയനാടൻ ചുരത്തിന്റെ കഥ. അല്ല, കരിന്തണ്ടൻ ചുരത്തിന്റെ കഥ. ചുരത്തിനു പിന്നിലെ ബുദ്ധികേന്ദ്രമായ കരിന്തണ്ടന്റെ കഥ. ടിപ്പുവിന്റെ മലബാർ പടയോട്ട കാലം. ടിപ്പു സുൽത്താൻ മൈസൂരിൽ നിന്നും വയനാട്ടിലേക്ക് എത്തിയിരുന്നത് കുറ്റിയാടി ചുരം വഴിയായിരുന്നു. ബ്രിട്ടീഷുകാരുടെ പ്രധാന ശത്രുവായിരുന്ന ടിപ്പുവിനെ ആക്രമിക്കാൻ വയനാട് ഭാഗത്തെത്തിയാൽ മാത്രമേ സാധിക്കൂ എന്നവർ മനസ്സിലാക്കി. എന്നാൽ അതിന് കുറ്റിയാടി കാടുകളിലൂടെയുള്ള യാത്ര സുരക്ഷിതമല്ലായിരുന്നു. കാരണം ടിപ്പുവിന്റെ പടയാളികളും ഒളിപ്പോരാളികളും തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ വയനാട്ടിലേക്കുള്ള മറ്റൊരു വഴി കണ്ടെത്തുന്നതിനായി ബ്രിട്ടീഷ് മേധാവികൾ തങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും പ്രഗത്ഭനായ എഞ്ചിനീയറെ തന്നെ ഈ ദൗത്യമേൽപ്പിച്ചു. എഞ്ചിനീയർ തനിക്ക് പരിചയമുള്ള ഒരു തദ്ദേശീയനെയും കൂട്ടി കാടിനെ മറികടക്കാൻ ശ്രമിച്ചുവെങ്കിലും ഉൾക്കാടുകളിലെ ഇരുളും നരഭോജികളായ മൃഗങ്ങളുടെ അലർച്ചകളും അവരെ പരാജയപ്പെടും. തനിക്ക് ഈ കാടിനെ കീഴടക്കാൻ കഴിയില്ലെന്ന് താഴെ അടിവാരത്തിനടുത്ത് ചിപ്പിലിത്തോട് എന്ന ഗ്രാമത്തിൽ പണിയ വിഭാഗത്തിൽപ്പെട്ടവരുടെ കുടികളുണ്ടെന്നും ഒരുപക്ഷെ അവർക്ക് അറിയുമായിരിക്കുമെന്നും തദ്ദേശീയൻ ആ എഞ്ചിനീയർ അറിയിച്ചു. ഉടനെ തന്നെ അയാളെയും കൂട്ടി ആ ഗ്രാമത്തിലെത്തിയ അവരോട് ഗ്രാമവാസികൾ പറഞ്ഞത്, ഞങ്ങൾക്ക് ആ വഴിയെപ്പറ്റി കൂടുതലൊന്നും അറിയില്ലെന്നും കാടിനെ നാടുപോലെയും ഇരുളിനെ പകൽ പോലെയും അറിയാവുന്നത് ഞങ്ങളുടെ മൂപ്പന് മാത്രമാണെന്നുമാണ്. കരിന്തണ്ടൻ മൂപ്പൻ. ഗ്രാമവാസികൾ മുഖാന്തരം കരിന്തണ്ടന്റെ അടുത്തെത്തിയ അവരോട് മൂപ്പൻ പറഞ്ഞത് ഒരേ ഒരു കാര്യം: കാട് ഞങ്ങളുടെ മണ്ണാണ്, അതിനെ നശിപ്പിക്കരുത് എന്ന് മാത്രം. ഞങ്ങൾക്ക് വേണ്ടത് ഒരു വഴി മാത്രമാണെന്നും കാട് ഞങ്ങൾ നശിപ്പിക്കില്ല എന്നും മാത്രം പറഞ്ഞ് വെള്ളക്കാരൻ തങ്ങളുടെ ലക്ഷ്യങ്ങൾ മറച്ചുവെച്ചു. നിഷ്കളങ്കനായ കരിന്തണ്ടൻ അതിൽ വിശ്വസിക്കുകയും കാട് കയറാൻ സമ്മതിക്കുകയും ചെയ്തു. പിറ്റേന്ന് തന്നെ അവർ കാട് കയറാൻ തുടങ്ങി. മരണം പതിയിരിക്കുന്ന കൊടുങ്കാടിലൂടെ അവർ ഒരുപാട് ദൂരം നടന്നു. പോകുന്ന വഴികളിലെല്ലാം എഞ്ചിനീയർ ഓരോ അടയാളങ്ങൾ വെക്കുന്നുണ്ടായിരുന്നു. അയാൾ വിചാരിച്ചതിനേക്കാൾ എളുപ്പത്തിൽ അവർ ആ കാടിനെ കീഴടക്കി. തന്റെ മുന്നിൽ ഒരു ബാലികേറ മല പോലെ നിന്നിരുന്ന ഈ ദൗത്യം വിജയിച്ച സന്തോഷത്തിൽ അയാൾ ഉറക്കെ ഉറക്കെ ചിരിച്ചു. കരിന്തണ്ടനില്ലായിരുന്നെങ്കിൽ ഇത് നടക്കില്ലായിരുന്നു എന്ന തദ്ദേശീയൻ പറഞ്ഞപ്പോൾ തന്റെ ചിരി അവസാനിപ്പിച്ച് അയാൾ കരിന്തണ്ടനെ നോക്കി. നിഷ്കളങ്കമായി ചിരിച്ചുകൊണ്ട് നിന്നിരുന്ന കരിന്തണ്ടനിൽ അയാൾ കണ്ടത് ഒരു ശത്രുവിനെയായിരുന്നു. വളരെ പ്രഗത്ഭനായ ഒരു എഞ്ചിനീയറായ താൻ കേവലം ഒരു സാധാരണക്കാരന്റെ സഹായത്തിലാണ് വഴി കണ്ടെത്തിയതെന്ന് ലോകമറിഞ്ഞാൽ അത് തനിക്ക് കിട്ടിയേക്കാവുന്ന ബഹുമതികൾക്ക് വിലങ്ങുതടിയാകുമോ എന്ന് ഭയന്ന എഞ്ചിനീയർ തന്റെ തോക്ക് കരിന്തണ്ടന് നേരെ നീക്കി. ഒരു ചെറു പുഞ്ചിരിയോടെ നിന്ന കരിന്തണ്ടന് നേരെ അയാൾ നീക്കി. എന്നാൽ അത് കരിന്തണ്ടനെ ഒന്ന് സ്പർശിച്ചതുപോലുമില്ല. പിന്നീട് പലതവണ ശ്രമിച്ചുവെങ്കിലും അയാൾക്കതിന് കഴിഞ്ഞില്ല. അതേ ചെറു പുഞ്ചിരിയോടെ മൂപ്പൻ ആ കാടിറങ്ങി. മൂപ്പന്റെ അധികാരത്തിന്റെ അടയാളമായി കയ്യിൽ ധരിച്ചിരിക്കുന്ന വള കാരണമാണ് കരിന്തണ്ടനെ കൊല്ലാൻ തനിക്ക് കഴിയാതിരുന്നതെന്നും കുളിക്കുമ്പോഴും ഉറങ്ങുമ്പോഴും മാത്രമാണ് കരിന്തണ്ടൻ അത് ഊരി വെക്കുകയുള്ളൂ എന്നും പലരിൽ നിന്നും മനസ്സിലാക്കിയ വെള്ളക്കാരൻ അതിനുള്ള അവസരത്തിനായി കാത്തുനിന്നു. ഒരിക്കൽ കാട്ടരുവിയിൽ കുളിക്കാനിറങ്ങിയ കരിന്തണ്ടന്റെ വള അയാൾ കൈക്കലാക്കുകയും തുടർന്ന് ചതിയിലൂടെ കരിന്തണ്ടനെ കൊല്ലുകയും ചെയ്തു. ഞെട്ടലോടെയായിരുന്നു
പിറ്റേ ദിവസം പണിയക്കുടികളിലെ ആളുകൾ ഉണർന്നത്. മൂപ്പന്റെ മരണത്തെക്കുറിച്ച് തങ്ങൾ അറിഞ്ഞ സത്യങ്ങൾ ഉയർന്ന ജാതിയിലുള്ളവരെയോ അധികാരികളെയോ അറിയിക്കാൻ കൊടിയ ജാതിവേറി നിലനിന്നിരുന്ന അന്നത്തെ കാലത്ത് താഴ്ന്ന ജാതിയിൽപ്പെട്ട അവർക്ക് സാധിച്ചില്ല. അതുകൊണ്ട് തന്നെ ആ വാർത്ത പുറം ലോകം അറിഞ്ഞില്ല. എഞ്ചിനീയർ പ്രശംസയാൽ മൂടപ്പെട്ടു. കാലങ്ങൾ ഒരുപാട് കഴിഞ്ഞു. കരിന്തണ്ടൻ്റെ ആ വഴിയിലൂടെ കാളവണ്ടികളും കുതിരവണ്ടികളും കുതിരകളും സഞ്ചരിച്ചു തുടങ്ങി. എന്നാൽ പലപ്പോഴും ആ വഴിയിൽ നിരന്തരം അപകടങ്ങളും അപകട മരണങ്ങളും അനിഷ്ട സംഭവങ്ങളും നടക്കാൻ തുടങ്ങിയതോടെ ആളുകൾക്കിടയിൽ വീണ്ടും ആ പേര് ഉയർന്നു വന്നു, കരിന്തണ്ടൻ. അതോടെ അത്രയും കാലം ആളുകൾക്കിടയിലെ നായകനായിരുന്ന കരിന്തണ്ടൻ പതിയെ പതിയെ അവരുടെ പേടി സ്വപ്നമായി മാറി. അതോടെ പ്രദേശവാസികളെല്ലാം ചേർന്ന് പ്രശസ്തനായ ഒരു മാന്ത്രികരെ കൊണ്ടുവരികയും കരിന്തണ്ടനെ ഒരു ചങ്ങലയിൽ ആവാഹിച്ച് അവിടെ ഒരു മരത്തിൽ തളക്കുകയും ചെയ്തു. കരിന്തണ്ടൻ ഇന്നും ആ ചങ്ങലമരത്തിൽ കുടികൊള്ളുന്നു. ഈ കഥകൾക്കൊന്നും തന്നെ ചരിത്രത്തിന്റെ യാതൊരു പിൻബലവുമില്ല. ഇതൊന്നും എവിടെയെങ്കിലും എഴുതി വെച്ചതായുള്ള ഒരു രേഖകളുമില്ല. ഇതെല്ലാം മണ്ണിന്റെ മക്കൾക്കിടയിലുള്ള വായ്മൊഴി കഥകളിലൂടെ പകർന്നു കിട്ടിയ അറിവ് മാത്രമാണ്. എന്നാൽ ഒരു കാര്യം നിസ്സംശയം പറയാം, ദുരാത്മാവായി വന്ന കരിന്തണ്ടനെ ചങ്ങലമരത്തിൽ ആവാഹിച്ചിരിക്കുന്നു എന്ന ഐതിഹ്യം കൂടി ഇല്ലായിരുന്നെങ്കിൽ കരിന്തണ്ടനെ ഈ ലോകം എന്നേ മറന്നേനെ. കരിന്തണ്ടൻ എന്നേ വിസ്മൃതിയിലാണ്ടുപോയേനെ. ഓർക്കാം നമുക്ക് കരിന്തണ്ടനെ വയനാടിൻ്റെ ചരിത്രത്തോടൊപ്പം കേരളത്തിൻ്റെ ചരിത്രത്തോടൊപ്പം. പറയാം നമുക്ക് വയനാടൻ ചുരം, താമരശ്ശേരി ചുരം, കരിന്തണ്ടൻ ചുരം.